ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം ബിഗ് ബോസിൻ്റെ നാണംകെട്ട പരിപാടികൾ അല്ലെങ്കിൽ നാണംകെട്ട കളികൾ തുടരുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ബിഗ് ബോസിന് താല്പര്യമുള്ള പല കണ്ടസ്റ്റൻസിനെ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നോറയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോറയെ മാക്സിമം വീക്കെൻഡ് എപ്പിസോഡുകളിലാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അല്ലാത്ത എപ്പിസോഡുകളിലൊന്നും നോറയ്ക്കൊന്നും സംസാരിക്കാനുമില്ല, നോറയ്ക്കൊന്നും ചെയ്യാനുമില്ല, നോറയൊന്നും അവിടെ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന നോറയെ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത്, കൂടുതൽ പ്രൊമോട്ട് ചെയ്ത്, കൂടുതൽ ഹൈക്ക് കൊടുത്ത് പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു സംഭവമാക്കി എടുക്കാൻ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നു. പിന്നെ എപ്പിസോഡുകളിൽ മാക്സിമം ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഗബ്രി ജാസ്മിൻ കോംബോയെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എന്നാൽ അത് പ്രേക്ഷകർക്കിടയിൽ അത് വൺ ഫ്ലോപ്പായി മാറുകയും പ്രേക്ഷകർക്ക് അതിനോട് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ബിഗ് ബോസ് ഒരു അവസരം കിട്ടിയപ്പോൾ ഗബ്രിയെ തൂക്കി വെളിയിലിട്ട് ജാസ്മിനെ പയ്യെ നൈസായിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പറയുന്ന ചലഞ്ചേഴ്സ് ടാസ്കിൽ ഈ ഒരു സീസൺ പോലും കാണാതെ വന്നിരിക്കുന്ന നമ്മുടെ സാബുവിനെ അതുപോലെ തന്നെ ശ്വേതയും ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു ഗെയിമും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇവർ ഈ ഒരു സീസണൊന്നും വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ക്ലിപ്പുകളോ കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ടായിരിക്കും ഇതിലേക്ക് വന്നത്. അപ്പം വ്യക്തമായി കണ്ടസ്റ്റൻസ് ഒക്കെ ആരാണ്, എങ്ങനെയാണ്, ഇവർ എന്ത് രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇവർക്കൊരു വ്യക്തതയില്ല. അപ്പോൾ ഈ ഒരു ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്നും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അവർ ഫീഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റ ആയിരിക്കും ഇവരുടെ കയ്യിലിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇവർ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏത് രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നതെന്ന്, ആരെയൊക്കെയാണ് ഇവർ പൊക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നതെന്ന്. ഇവർ മാക്സിമം ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനെയാണ് ഇവർ രണ്ടുപേരും, അതായത് നമ്മുടെ ശ്വേതയാണെന്നുണ്ടെങ്കിൽ സാബു ആണെന്നുണ്ടെങ്കിൽ ജാസ്മിന് കുറച്ച് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാരലായിട്ട് നമ്മുടെ ജിൻഡോയും. കാരണം പ്രേക്ഷകർക്കിടയിൽ ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന കാര്യം ബിഗ് ബോസിനും അറിയാം. അപ്പം നമ്മുടെ ജിൻഡോയ്ക്ക് എതിരായിട്ടല്ലെന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് പാരലായിട്ട് ജാസ്മിനെ കൂടി ഉയർത്തിക്കൊണ്ട് വരാനാണ് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഈ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ മോശമായ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നീതികേടല്ല ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അവിടെ ഗെയിം കളിക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് എന്ത് നീതികേടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചലഞ്ചേഴ്സിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ച് അവരെ മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ജാസ്മിനെതിരെ റസ്മിൻ നടത്തിയ ഒരു ഫിസിക്കൽ അസാൾട്ട് പോലും റസ്മിനെ പിടിച്ച് പുറത്താക്കുന്നതിന് പകരം ജാസ്മിന് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പരാതിയില്ലെന്ന് മനസ്സിലാക്കുന്നു. പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത്രയും ഫിസിക്കൽ അസാൾട്ട് നേരിട്ടിട്ട് പോലും ജാസ്മിന് പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ജാസ്മിനെ അവിടെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തും കാണിച്ചോ, പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസിനും കൂടി നിങ്ങൾ വാല്യൂ കൊടുക്കണം. അവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോ സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ളവരെ ആര് കാണിക്കും? അവർക്ക് എന്ത് നീതിയാണ് ഇതിനകത്ത് കിട്ടുന്നത്? പക്ഷേ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് പോലും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകും. കാരണം ഒരു വിഷ്വൽ സംഭവം കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് അത് എഡിറ്റ് ചെയ്ത് പല രീതിയിൽ ഇത് ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്ത് വരുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും പ്രേക്ഷകരൊക്കെ കുറേയെങ്കിലും ഒന്ന് തെറ്റിദ്ധരിച്ച് മാറി ചിന്തിച്ചു തുടങ്ങും. അപ്പം നിങ്ങളിങ്ങനത്തെ മോശം പരിപാടികൾ കാണിക്കാതിരിക്കുക. എന്തായാലും പ്രേക്ഷകരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ബിഗ് ബോസ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻറ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ്. അപ്പം നോറയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കണ്ടസ്റ്റൻറ്റ് സൈഡിൽ നിന്നൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ താല്പര്യം വരുന്നില്ല. ജാസ്മിനെയാണെന്നുണ്ടെങ്കിലും ജാസ്മിനെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷക സൈഡിൽ നമ്മുടെ ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് തന്നെ PR വർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന് വേണ്ടി. അപ്പോൾ പാരലായിട്ട് രണ്ടുപേരും ഉയർന്നു വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അവസരത്തിലേക്ക് ഇവർക്കൊരു കോമ്പറ്റീഷൻ വരുത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കപ്പെടുത്ത് അങ്ങ് കൊടുക്കുകയും ചെയ്യും. അപ്പം എന്താണെങ്കിലും പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രേക്ഷകരും ഇത് പ്രോപ്പറായിട്ട് വിലയിരുത്തുക. ബിഗ് ബോസിൻ്റെ ഈ നാണം കെട്ട ഗെയിം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. വെറുതെ അവർ കാണിക്കുന്ന മണ്ടത്തരങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ PR വർക്കിൽ വീഴാതിരിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.